നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിയ ആശ്വാസം നൽകിക്കൊണ്ടാണ് കേന്ദ്രം പ്രവാസികളെ നാട്ടിലെത്തിക്കാമെന്ന വാക്ക് നൽകിയത് മാത്രമല്ല, അത് പ്രാവർത്തികമാവുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് ആദ്യ വിമാനത്തിലെത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഒട്ടുമിക്ക പ്രവാസികളും. ഇതേ തുടർന്ന് എല്ലാം പറഞ്ഞതുപോലെ സർക്കാരിന്റെ നിരീക്ഷണത്തിൽ 7 ദിവസവും പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ 7 ദിവസത്തെ നിരീക്ഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇനി എപ്പോ മടങ്ങുമെന്ന ആശങ്കയിലുമാണ് ഇവർ. പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ തീരുമാനിച്ചത് മുതൽ തന്നെ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു 7 ദിവസം സർക്കാർ നിർദ്ദേശിക്കുന്ന കേന്ദ്രത്തിലും തുടർന്നുള്ള 7 ദിവസം വീട്ടിലും കഴിയുക എന്നത്. എന്നാൽ പ്രവാസികൾ 14 ദിവസത്തെ സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിൽ തന്നെ കഴിയണമെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം വന്നതോടുകൂടി വീണ്ടും ആശയക്കുഴപ്പം ഉരുവായി. എന്നാൽ സംസ്ഥാനത്തെ സാഹചര്യം മുൻനിർത്തി സർക്കാർ കേന്ദ്രത്തിൽ 7 ദിവസം നിരീക്ഷണം മതിയെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും ഇത് സംബന്ധിച്ച് ഉത്തരവ് ഒന്നും തന്നെ പുറത്തേക്ക് വരാത്തത് ഏറെ ആശങ്കാജനകമാകുന്നു. സംസ്ഥാനത്ത് ഈ മാസം 7 മുതലാണ് പ്രവാസികളുമായി ആദ്യ വിമാനം പറന്നെത്തിയത്. സർക്കാർ കേന്ദ്രത്തിൽ ഇവരുടെ നിരീക്ഷണം 7 കഴിഞ്ഞ് 10 എന്നാൽ തന്നെയും ഇതുവരെ ഇവരുടെ സാമ്പിളുകൾ ശേഖരിക്കാനോ വീട്ടിലേക്ക് അയക്കാനോ നടപടി എടുത്തിട്ടുമില്ല. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നായി 333 പേരാണ് ആദ്യത്തെ 2 വിമാനങ്ങളിലായി എത്തിയത്. അതോടൊപ്പം തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നവരെ നേരെ ആശുപത്രിയിലേക്കും ഒപ്പം ഗർഭിണികളെയും കുട്ടികളെയും മുതിർന്നവരെയും വീട്ടിൽ നിരീക്ഷണത്തിനായും അയക്കുകയും ചെയ്തു. മറിച്ച് മറ്റുള്ളവരാണ് സംസ്ഥാനത്തിന്റെ വിവിധ നിരീക്ഷണ കേന്ദ്രങ്ങളിലായി കഴിയുന്നത്. നാട്ടിലേക്ക് എത്തുന്ന പ്രവാസികളിൽ 7 ദിവസം പിന്നിട്ടവർക്ക് നിർബന്ധിത പരിശോധനയാണ് നടത്തുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇവരിൽ രോഗലക്ഷണം കണ്ടെത്തുന്നവർക്ക് മാത്രമാണ് പരിശോധന നടത്തുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.